ഈ ഇൻഹരിയർ നഗർ ഇറങ്ങിക്കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കോഴിക്കോടിൻ്റെ റിവ്യൂ വന്നു. ആ റിവ്യൂ തുടങ്ങുന്നത് ഇത് എവിടെ നടക്കുന്ന കഥയാണ് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു. 2ാം വാരത്തിൻ്റെയോ 3ാം വാരത്തിൻ്റെയോ പത്രപരസ്യം വന്നു, ഇൻഹരിയർ നഗറിൻ്റെ പരസ്യം. അതിലുള്ള ക്യാച്ച് ലൈൻ, ഇത് എവിടെയും നടന്ന കഥയല്ല, കഴിഞ്ഞ 3 വാരമായി 3 ആഴ്ചകളായി കേരളത്തിലെ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കഥയാണ്. അങ്ങനെ സിദ്ദിഖ് ലാൽ എന്ന് പറയുന്ന പേര് മാത്രം മതി ആളുകൾ തിയേറ്ററിലേക്ക് വരാം. അഭിനയിക്കുന്നത് ആരാണെന്നൊന്നും പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മാറി. എല്ലാ വർഷവും മലയാളികൾ ഇവരുടെ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാൻ തുടങ്ങി. അപ്പോൾ അതിലൊരു വിദ്വാന്റെ ചോദ്യം, നിങ്ങളിൽ ആരാണ് മിടുക്കൻ? അപ്പോൾ അതിൻ്റെ മറുപടി ഞാൻ എന്നാണ്. ഈ ഞാൻ എന്ന് പറഞ്ഞത് സിദ്ദിഖാണോ ലാലാണോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമ 400 ചില്ലാനം ദിവസങ്ങൾ ഓടി റെക്കോർഡിട്ടു. ആ റെക്കോർഡിനെ ഒരിക്കലും ഒരാൾക്കും വേദിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു ഞെട്ടിക്കുന്ന ന്യൂസ് വന്നു, ഇനി ഞങ്ങൾ ഒരുമിച്ച് സംവിധാനം ചെയ്യുന്നില്ല എന്ന് സിദ്ദിഖും ലാലും പ്രഖ്യാപിച്ചു. അന്നത്തെ നേതൃത്വ നിലയിലുള്ള സംവിധായകൻ അതിന് മറുപടി പറയുന്ന സമയത്ത് ഡയറക്ടർ സിദ്ദിഖിനെ അബ്യൂസ് ചെയ്യുന്ന തരത്തിൽ വളരെ മോശമായിട്ട് പരാമർശിച്ച് സംസാരിച്ചു. ആ ജനറൽ ബോഡിയിലിരുന്ന ബഹുഭൂരിപക്ഷം പേരും അദ്ദേഹത്തോടൊപ്പം ഇറങ്ങിപ്പോയി. അങ്ങനെയാണ് ഫെഫ്ക എന്ന് പറയുന്ന പുതിയ സംഘടന രൂപീകൃതമാകുന്നത്. 1989 ഓഗസ്റ്റ് മാസത്തിലാണ് ഞാൻ മലയാള സിനിമയിലേക്ക് കമൽ സാറിൻ്റെ അപ്രന്റീസായിട്ട്, ഡയറക്ഷൻ അപ്രന്റീസായിട്ട് കടന്നു വരുന്നത്. ആ വർഷം മലയാള സിനിമയിലേക്ക് പുതിയ 2 സംവിധായകർ രംഗപ്രവേശം ചെയ്തു. അവരുടെ പേരാണ് സിദ്ദിഖ് ലാൽ. സിദ്ദിഖ് ലാൽ റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയുമായിട്ട് മലയാള സിനിമയിൽ ഒരു വലിയ ഇടിമുഴക്കം സൃഷ്ടിച്ചു. ആ സിനിമ ആദ്യത്തെ ഒരാഴ്ച വളരെ കുറവ് ആളായിരുന്നു. പുതിയ ഡയറക്ടേഴ്സ്, മുകേഷും പിന്നെ പുതിയ നടൻ സായ് കുമാറും പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന ആ സിനിമ ആദ്യ ആഴ്ചയിൽ വലിയ തിരക്കൊന്നും ഇല്ലാതെ പോയി. പക്ഷെ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ആ സിനിമ പിന്നീട് വലിയ വിജയം നേടി. മലയാള സിനിമയിലെ ഹ്യൂമർ സിനിമകളുടെ ഒരു പുതിയ എറ ആരംഭിക്കുന്നത് ആ സിനിമയോട് കൂടിയിട്ടാണ്. ആ സിനിമ സംവിധാനം ചെയ്തത് ഫാസിലിന്റെ സഹസംവിധായകരായിരുന്ന സിദ്ദിഖ് ലാലാണ്. 2 പേര് ചേർന്നിട്ട് ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു സിനിമ സംവിധാനം ചെയ്യുക മാത്രമല്ല, കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ആ ഇരട്ടകളായിരുന്നു. ആ സിനിമയ്ക്ക് ശേഷം പിന്നെ വലിയൊരു കാഴ്ചയ്ക്ക് മലയാള സിനിമയിൽ ഇടം കിട്ടി. അതായത് എല്ലാ വർഷവും ഒരു സിനിമ തുടർച്ചയായിട്ട് സിദ്ദിഖ് ലാലിൻ്റെതായിട്ട് പുറത്തു വരും. അതായത് റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയ്ക്ക് ശേഷം അടുത്ത വർഷം ഇൻഹരിയർ നഗർ എന്ന സിനിമ വന്നു. അത് വലിയ ഹിറ്റായി. അപ്പൊ ആദ്യത്തെ സിനിമ ചക്ക വീണും അതിൽ എത്താണെന്ന് വിചാരിച്ച ആളുകൾക്ക് വലിയ തിരിച്ചടിയായി. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം സിദ്ദിഖ് ലാൽ. ഇൻഹരിയർ നഗർ വന്നു. ഇൻഹരിയർ നഗറിന് ശേഷം പിന്നീട് വിയറ്റ്നാം കോളനി എന്ന് പറഞ്ഞ സിനിമ വന്നു, ഗോഡ് ഫാദർ വന്നു, കാബൂളിവാല വന്നു. ചെയ്ത സിനിമകളെല്ലാം എല്ലാ വർഷത്തിലൊരു സിനിമ, ആ സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ്, സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. അതില് ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമ 400 ചില്ലാനം ദിവസങ്ങൾ ഓടി റെക്കോർഡിട്ടു. ആ റെക്കോർഡിനെ ഒരിക്കലും ഒരാൾക്കും വേദിക്കാൻ പറ്റില്ല. ഒരു വർഷത്തിലധികം 1.5 വർഷത്തോളം സിനിമ ഓടി, 400 ചില്ലാനം ദിവസങ്ങൾ തിയേറ്ററിൽ ഓടി, അത് റെക്കോർഡിട്ടു. NN പിള്ള എന്ന് പറഞ്ഞ നാടകാചാര്യൻ ആദ്യമായിട്ട് ടൈറ്റിൽ റോളിൽ വന്നു ഗോഡ് ഫാദറിനോട്. അങ്ങനെ സിദ്ദിഖ് ലാൽ എന്ന് പറയുന്ന പേര് മാത്രം മതി ആളുകൾ തിയേറ്ററിലേക്ക് വരാം. അഭിനയിക്കുന്നത് ആരാണെന്നൊന്നും പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മാറി. എല്ലാ വർഷവും മലയാളികൾ ഇവരുടെ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാൻ തുടങ്ങി. സിദ്ദിഖ് ലാലിന്റെ ആ ജയത്രയാത്ര തുടർന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു ഞെട്ടിക്കുന്ന ന്യൂസ് വന്നു, ഇനി ഞങ്ങൾ ഒരുമിച്ച് സംവിധാനം ചെയ്യുന്നില്ല എന്ന് സിദ്ദിഖും ലാലും പ്രഖ്യാപിച്ചു. അതിനുശേഷം ഹിറ്റ്ലർ എന്ന് പറയുന്ന സിനിമ സിദ്ദിഖ് ഡയറക്റ്റ് ചെയ്യുകയും ലാല് നിർമ്മിക്കുകയും ചെയ്തു. ഇതിന്റെ കാരണം എന്താണ്, ഈ വേർപിരിയലിന്റെ കാരണം എന്താണെന്ന് 2 പേരും മരിക്കുന്നത് വരെ സിദ്ദിഖും പറഞ്ഞില്ല, ലാലും പറയാൻ പോകുന്നില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഈ സിദ്ദിഖ് എന്ന് പറയുന്ന മനുഷ്യന്, സിദ്ദിഖ് ലാൽ എന്ന് പറയുന്ന ഈ സംവിധായക ദ്വയത്തിന് ആ കാലത്ത് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വലിയൊരു
പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നോക്കിക്കണ്ടത്. കാരണം എല്ലാ സഹസംവിധായകർക്കും ഒരു പ്രചോദനമായിരുന്നു. കാരണം ഫാസിൽ സാറിന്റെ കൂടെ 9 വർഷത്തോളം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ട് 5-6 വർഷം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായി വർക്ക് ചെയ്തതിനു ശേഷം അവർ നേരെ സംവിധായകരെ. അപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് മുഴുവൻ ഒരു പ്രതീക്ഷയായി ഞങ്ങൾക്കും ഒരു സിനിമ ചെയ്താൽ ഇങ്ങനെയൊക്കെ വിജയം ഉണ്ടാക്കാൻ പറ്റിയേക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാക്കി അവരുടെ വരവ്. സിദ്ദിഖ് എന്ന് പറയുന്ന ആളും ലാൽ എന്ന് പറയുന്ന ആളും രണ്ട് തരത്തിലുള്ള ശബ്ദമുള്ള, 2 തരത്തിലുള്ള പെരുമാറ്റ രീതികളുള്ള, 2 സ്വഭാവമുള്ള ആൾക്കാരായിരുന്നു. സിദ്ദിഖ് സാറിന് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 1998 ഇവര് 89 വന്നു, ഞാൻ 98 ഏതാണ്ട് 9 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ടൊരു സിനിമ സംവിധാനം ചെയ്തു, ഒരു മറവത്തൂർ കനവ്. ഒരു മറവത്തൂർ കനവിന്റെ തിരക്കഥ എഴുതിയത് ശ്രീനേട്ടനാണ്. അപ്പൊ ഞാനും ശ്രീനേട്ടനുമായിട്ട് അതിന്റെ തിരക്കഥാ രചനയുടെ വേളയിൽ മറ്റൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ശ്രീനേട്ടൻ. അതായത് എൻ്റെ ഗുരുനാഥൻ കമൽ സാറ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ. തിരക്കഥ എഴുതുന്നത് ശ്രീനേട്ടൻ, കഥ ഡയറക്ടർ സിദ്ദിഖ്. വിന്ധ്യൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസറായിരുന്നു അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നീട് അത് അയാൾ കഥ എഴുതുകയാണ് എന്നുള്ള പേരിൽ സിനിമയായി. പക്ഷെ അതിന്റെ ആദ്യഘട്ട ഡിസ്കഷന് വേണ്ടിയിട്ട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുന്ന ഫ്ലാറ്റിൽ ഇവര് സിദ്ദിഖ് സാറ് വരിക. അന്നാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നതും ഫോർമലി പരിചയപ്പെടുന്നത്. പക്ഷെ അതിനുശേഷം ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ, രണ്ടാം ഭാവം എന്നീ സിനിമകൾക്ക് ശേഷം മീശമാധവൻ എന്ന് പറയുന്ന സിനിമ പ്ലാൻ ചെയ്തപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായിരുന്ന സുബൈറും സുധീഷുമായിരുന്നു ആ സിനിമയുടെ നിർമ്മാതാക്കളായിട്ട് തീരുമാനിക്കപ്പെട്ടത്. അവരെ തീരുമാനിക്കാൻ കാരണം അവർ വലിയ പണക്കാരായതുകൊണ്ടല്ല. സുബൈറിന് സ്വർഗേത്ര അപ്പച്ചൻ്റെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. അതായത് സുബൈർ എന്തെങ്കിലും പടം പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളാം, അദ്ദേഹം ഫണ്ട് ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു ഓഫർ ഉണ്ടായിരുന്നു. അപ്പൊ ആ ധൈര്യത്തിലാണ് അന്ന് സ്വർഗേത്ര എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും മൂല്യമുള്ള ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ്, വലിയ കമ്പനിയാണ്. അപ്പൊ അവര് നമ്മുടെ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ക്രെഡിറ്റുമാണ്, നമ്മൾക്കൊരു വലിയ വിശ്വാസമാണ്. അവര് എങ്ങനെയെങ്കിലും അത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നുള്ളത് നമ്മളുടെ ഒരു വിശ്വാസമാണ്. അങ്ങനെ കഥ റെഡിയായി, തിരക്കഥ റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാനും രഞ്ജൻ പ്രമോദും സുബീഷും സുബൈറും കൂടിയിട്ട് അപ്പച്ചൻ സാറിനെ കാണാൻ കോഴിക്കോട് പോയി. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് കഥ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. നമ്മള് കഥയുടെ ഒരു ചുരുക്കം അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ കഥ കേട്ടിട്ട് തീരുമാനിക്കാനെന്നുള്ള കഴിവില്ല, അത് നിങ്ങൾ ഈ തിരക്കഥ ഡയറക്ടർ സിദ്ദിഖിനോട് പറയണം, എന്നിട്ട് സിദ്ദിഖ് ഓക്കെ പറയുകയാണെങ്കിൽ എടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പെട്ടുപോയി. കാരണം സുബൈറിന് അപ്പച്ചൻ സാറ് കൊടുത്തിരുന്ന ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഓഫറാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇനിയിപ്പോ ഇത് മറ്റൊരു ഡയറക്ടറുടെ അടുത്ത് പോയിട്ട് കഥ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നടക്കുള്ളൂ എന്നുള്ളത് ഞങ്ങളെ കുറച്ച് ധർമ്മസങ്കടത്തിലാക്കി. അങ്ങനെ സിദ്ദിഖ് സാറിനെ കാണാൻ എറണാകുളത്ത് വന്നു. എറണാകുളത്ത് അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചു. അദ്ദേഹം അന്ന് അടുത്ത പടത്തിന്റെ തിരക്കഥ രചനയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലുള്ള സമയത്തും നമ്മളുടെ പുതിയ ആൾക്കാരുടെ ഒരു സ്ക്രിപ്റ്റ്, അത് അദ്ദേഹത്തിന് യാതൊരു ബന്ധമില്ലാത്ത മറ്റൊരാൾ ഡയറക്റ്റ് ചെയ്യുന്നൊരു കഥ കേൾക്കാൻ അദ്ദേഹം ഇരുന്നു വന്നു. കഥ പറഞ്ഞു. തിരക്കഥ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ചിരിക്കുകയും അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. അദ്ദേഹം പറഞ്ഞു കഥ രസമുണ്ട്, സാധാരണ ഒരു കള്ളനെ ആളുകളെ ഇഷ്ടപ്പെടുത്താൻ വലിയ പാടാണ്, പക്ഷെ നിങ്ങളത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഈ കള്ളനെ ഇഷ്ടപ്പെടും, അതുകൊണ്ട് പേടിക്കണ്ട, ഞാൻ അപ്പച്ചനോട് പറഞ്ഞോളാം, അദ്ദേഹം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സമാധാനമായിട്ട് തിരിച്ചു വന്നു. പക്ഷെ പിന്നീട് മറ്റെന്തോ കാരണങ്ങൾ കൊണ്ട് അപ്പച്ചൻ ഈ പ്രോജക്റ്റിൽ നിന്ന് പിൻവാങ്ങി. അങ്ങനെ ഞങ്ങളൊരു വല്ലാത്ത അവസ്ഥയിലായി. സിനിമ തുടങ്ങേണ്ട സമയമായി. അങ്ങനെ ആ സമയത്ത് ലാസ്റ്റ് മിനിറ്റിൽ ഒരു പുതിയ വിതരണ കമ്പനി ഉണ്ടായി. അതാണ് വർണ്ണചിത്ര സുബൈറിന്റെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ്. അങ്ങനെ സുബൈർ കൊച്ചിൻ ഏരിയ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. തിരുവിതാംകൂർ കലാസംഘത്തിന്റെ പേരിൽ ഹംസ വിതരണം ചെയ്യുകയും മലബാർ കാസ് റിലീസിന്റെ പേരിൽ സേവിയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ മീശമാധവൻ തിയേറ്ററിൽ ഇറങ്ങി അതൊരു വലിയ വിജയമായി. അത് ചരിത്രത്തിന്റെ ഭാഗമായി. പിന്നീട് സിദ്ദിഖ് സാറിന് കാണാനും അടുത്തിടപഴകാനും അവസരം ഉണ്ടാവുന്നത് അന്ന് മാഗ്ന എന്ന് പറയുന്നതായിരുന്നു സിനിമ
ടെക്നീഷ്യൻസിന്റെ സംഘടന. മാഗ്ഡ ഫെഡറേഷൻ രൂപീകൃതമായി ട്രേഡ് യൂണിയനായി മാറുകയാണ്. അപ്പോൾ അതിൻ്റെ അന്നത്തെ നേതൃത്വ നിരയിൽ ഉണ്ടായിരുന്ന സംവിധായകനെതിരെ അതിൻ്റെ ജനറൽ ബോഡിയിൽ ചില ചോദ്യങ്ങളുണ്ടായി, ചില കണക്കുകൾ ചോദിച്ചു. അപ്പോൾ അതിന് വ്യക്തമായ ഉത്തരവ് ഉണ്ടാവാതിരിക്കുകയും അന്നത്തെ നേതൃത്വ നിരയിലുള്ള സംവിധായകൻ അതിന് മറുപടി പറയുന്ന സമയത്ത് ഡയറക്ടർ സിദ്ദിഖിനെ അബ്യൂസ് ചെയ്യുന്ന തരത്തിൽ വളരെ മോശമായിട്ട് പരാമർശിച്ച് സംസാരിച്ചു. അപ്പൊ അത് ആ ജനറൽ ബോഡിയിൽ ഇരുന്ന എല്ലാ ആളുകളെയും ഞെട്ടിച്ചു. കാരണം വളരെ സൗമ്യനായ, ആരോടും ബഹുമാനത്തോടുകൂടി മാത്രം ഇടപഴകുന്ന, വളരെ ശാന്ത സ്വരൂപനായ ഒരു വ്യക്തിയെ കുറിച്ച് അത്രയും മോശമായിട്ടുള്ള ഒരു കമന്റ് വന്നപ്പോൾ എല്ലാവരും വളരെ രൂക്ഷമായി പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ സിദ്ദിഖ് സാർ എഴുന്നേറ്റ് നിന്നിട്ട് അവരെല്ലാവരും തടഞ്ഞു. നിങ്ങൾ ആരും പ്രകോപിതരാകണ്ട. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിന്റെ വായിൽ വെച്ചു കൊടുത്തത് ദൈവമാണ്. കാരണം നമുക്ക് അദ്ദേഹം ആരാണെന്ന് നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നു. ഞാൻ എന്തായാലും ഇനി ഈ സംഘടനയിലില്ല, ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ്, എന്നോടൊപ്പം വരുന്നവർക്ക്, എന്നെ വിശ്വാസമുള്ളവർക്ക് എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോയി. അതിലുണ്ടായിരുന്ന ആ ജനറൽ ബോഡിയിലുണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം പേരും അദ്ദേഹത്തോടൊപ്പം ഇറങ്ങിപ്പോയി. അങ്ങനെയാണ് ഫെഫ്ക എന്ന് പറയുന്ന പുതിയ സംഘടന രൂപീകൃതമാകുന്നത്. ഫെഫ്കയുടെ രൂപീകരണം സിദ്ദിഖ് സാറിന്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പൊ ആ സമയത്ത് ചെറുപ്പക്കാരായ ജൂനിയേഴ്സായ ഞങ്ങൾ കുറെ ഡയറക്ടേഴ്സ് അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യാനും ഈ ഫെഫ്കയുടെ രൂപീകരണത്തിന് ഓരോ മെമ്പേഴ്സിനെ ആയിട്ട് വിളിക്കാനും, ഈ ജനറൽ ബോഡിയിൽ വരാത്ത ആൾക്കാർക്ക് എന്താണ് സംഭവിച്ചതെന്നൊന്നും ക്ലിയർ ആയിട്ടൊരു പിക്ചർ ഉണ്ടായിരുന്നില്ല. മറുവശത്ത് നിന്ന് വളരെ വിചിത്രമായ കാര്യങ്ങൾ അംഗങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഓരോ ആളുകളെ പേഴ്സണലി വിളിച്ച് നമ്മളുടെ ബന്ധം വെച്ച് ഇത് വിശദീകരിച്ചു കൊടുത്ത് എന്താണ് സംഭവിച്ചത്, എന്തിനെയാണ് എതിർത്തത്, എന്തുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നതെന്നൊക്കെ ഓരോരുത്തരായിട്ട് വിളിച്ച് പറഞ്ഞ് അവരെയൊക്കെ സംഘടനയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെയൊക്കെ ദൗത്യം. അപ്പൊ കുറെ ദിവസങ്ങൾ അദ്ദേഹത്തോടൊപ്പം ചെലവഴിക്കാനും ഒരു അടുപ്പം ഉണ്ടാവാനും കാരണമായി. സിദ്ദിഖ് സാറിന്റെ ഒരു സംഘടനാ പാഠവം ഞാൻ കാണുന്നത് അപ്പോഴാണ്. പിന്നെ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നോട്ടില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ നിലപാടും ഞാൻ കാണുന്നത് അന്നാണ്. പലപ്പോഴും ആ സമയത്ത് മറുഭാഗത്ത് നിന്ന് വളരെ പ്രകോപനപരമായിട്ടുള്ള ചില ഇന്റർവ്യൂകൾ TV-യിലെ വൈകുന്നേരങ്ങളിലെ പരിപാടികളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മള് രോഷത്തോടു കൂടി പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം പറയും, നമ്മള് അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ പാടില്ല, അവര് പറഞ്ഞോട്ടെ, അവര് പറഞ്ഞിട്ട് കാലം തെളിയിക്കും, നമ്മൾ നമ്മളുടെ ജോലി ചെയ്യുക, നമ്മൾ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക, ബാക്കി ഫലം ദൈവം തന്നോളും. അവരുടെ ഭാഷയിൽ സംസാരിച്ചാൽ പിന്നെ അവരും നമ്മൾ എന്താ വ്യത്യാസം? ഒരു പക്വതയായിട്ടുള്ള ഒരു നേതാവിനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. മാന്യനായ പക്വതയുള്ള ഒരു നേതാവിനെ നമുക്ക് അന്ന് കാണാൻ പറ്റും. അത് കഴിഞ്ഞു ഫെഫ്ക നിലയിൽ വന്നു. ഫെഫ്ക വളരെ നല്ല രീതിയിൽ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. സിദ്ദിഖ് സാറ് ആ കാലത്ത് വലിയ അത്ഭുതമാണ്. അതായത് മലയാളത്തിലൊരു സിനിമ ചെയ്യുന്നു, ആ സിനിമ തമിഴിൽ ചെയ്യുന്നു. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് മലയാളത്തിലൊരു സിനിമ ചെയ്തു, ആ സിനിമ ഇവിടെ ഹിറ്റായി. ആ സിനിമ തമിഴിൽ വിജയിനെ വെച്ച് ചെയ്യുന്നു, അത് തമിഴിലും ഹിറ്റായി. അത് കഴിഞ്ഞ് ഇവിടെ ബോഡി ഗാർഡ് എന്ന് പറഞ്ഞിട്ട് ദിലീപിനെ വെച്ചിട്ടൊരു പടം ചെയ്തു, ഒരു എബവ് ആവറേജ് ആയേ പോയുള്ളൂ. പക്ഷെ ആ സിനിമ അദ്ദേഹം വിജയനെ വെച്ച് തമിഴിൽ ചെയ്തിട്ട് അത് സൂപ്പർ ഹിറ്റായി. ഹിന്ദിയിൽ സൽമാൻ ഖാനെ വെച്ചിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ 100 crore കളക്ട് ചെയ്ത സിനിമയായിട്ട് ബോഡി ഗാർഡ്, ഹിന്ദി ബോഡി ഗാർഡ് മാറി. ഇങ്ങനെ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയ ഒരാള്, അസാമാന്യമായ സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആളാണ്. ഈ സിദ്ദിഖും ലാലും ചേരുമ്പോൾ അതൊരു വല്ലാത്ത കൂട്ടുകെട്ടായിരുന്നു. അതിലുള്ള ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് ചില കൂട്ടായ്മകൾക്ക് ഒരു ശക്തിയുണ്ട്. ഇപ്പോൾ ഒരാളുടെ സമയം കുറച്ച് വീക്കാകുമ്പോൾ മറ്റാളുടെ സമയം ഇതിനെ സപ്പോർട്ട് ചെയ്യും. കല്യാണം കഴിക്കണ മാതിരിയാണ്. ഭാര്യയുടെ സമയം മോശമാകുമ്പോൾ ഭർത്താവിന്റെ സമയം നന്നായാൽ അത് ബാലൻസ് ചെയ്ത് പോവും, അല്ലെങ്കിൽ ഭർത്താവിന്റെ സമയം മോശമാകുമ്പോൾ ഭാര്യയുടെ സമയം നന്നായാൽ അത് ബാലൻസ് ചെയ്ത് പോകും എന്ന് പറയുന്ന പോലെ സിദ്ദിഖ് ലാല് ഒരു അസാധ്യ കോമ്പിനേഷൻ ആയിരുന്നു. അവർ രണ്ടുപേരും അസാമാന്യ സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആൾക്കാരായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആ കാലത്ത് നാനയില് സിദ്ദിഖ് ലാൽ സ്പീക്കിംഗ് എന്ന് പറഞ്ഞൊരു കോൾ ഉണ്ടായിരുന്നു. വായനക്കാര് ചോദ്യങ്ങൾ എഴുതി അയക്കും.
ഇവരതിന് മറുപടി പറയും. അതെല്ലാം പ്രിന്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ പറയുന്നത് ആരാണെന്നൊന്നും രണ്ടുപേരും ചേർന്നിട്ടാണ് അത് മറുപടി എഴുതുന്നത്. അപ്പൊ അതിലൊരു വിദ്വാന്റെ ചോദ്യം, നിങ്ങളിൽ ആരാണ് മിടുക്കൻ? അപ്പൊ അതിന്റെ മറുപടി ഞാൻ എന്നാണ്. ഈ ഞാൻ എന്ന് പറഞ്ഞത് സിദ്ദിഖാണോ ലാലാണോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അത്തരം പ്രാക്ടിക്കൽ ഹ്യൂമറിന്റെ ആൾക്കാരാണ്. ഈ ഒരു നിർമ്മാതാവ് ഒരു സിനിമ നിർമ്മിച്ചു. അപ്പൊ ആ സിനിമ റിലീസാവുകയാണ്. സിദ്ദിഖ് ലാൽമാർക്ക് യാതൊരു ബന്ധമില്ലാത്തൊരു സിനിമയാണ്. പക്ഷെ അവർക്ക് അവരുടെ ആദ്യ സിനിമയിലൊക്കെ പങ്കാളിയായിരുന്ന നിർമ്മാതാവാണ്. അപ്പൊ ആ നിർമ്മാതാവ് വന്നിട്ടൊരു ക്യാപ്ഷൻ വേണം എന്ന് പറഞ്ഞു. അന്ന് ഈ പത്രപരസ്യത്തിലും പോസ്റ്ററിലും ഒക്കെ കൊടുക്കുന്ന ക്യാപ്ഷൻ നോക്കിയിട്ട് ആൾക്കാർ സിനിമയ്ക്ക് കയറുക. സിനിമയിലേക്ക് ആകർഷിക്കുന്നതിൽ ഒരു വലിയ ഘടകമായിരുന്നു ക്യാപ്ഷൻ. അപ്പൊ സിദ്ദിഖ് സാറ് ഈ പ്രൊഡ്യൂസർ ഇത്തിരി വേവലാതിപ്പെട്ടിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഈ സിനിമ ഓടില്ലേ, തിയേറ്ററിലേക്ക് ആൾക്കാർ വരുമോ എന്നൊക്കെ ഉള്ള ഭയമുണ്ട്. വേറൊരു ഡയറക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സിദ്ദിഖ് ഇത് പറഞ്ഞു കൊടുത്തു, ഒരു ക്യാപ്ഷൻ പറഞ്ഞു കൊടുത്തു, ഈ സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം, കണ്ടില്ലെങ്കിൽ നല്ലൊരു നിർമ്മാതാവിനെ നിങ്ങൾ ഇനി കാണില്ല. അത് ആ നിർമ്മാതാവ് അങ്ങനെ തന്നെ സിനിമ പരസ്യത്തിൽ ഉപയോഗിച്ചു. അതുപോലെ ദേശാടനം എന്ന് പറഞ്ഞ് ജയരാജ് സാർ ഒരു സിനിമ ചെയ്തു. അപ്പൊ ആ സിനിമ വിജയരാഘവൻ ചേട്ടൻ മാത്രമേ അറിയപ്പെടുന്ന ഒരാളുള്ളൂ, ബാക്കിയെല്ലാം പുതിയ ആൾക്കാരാണ്. ഇത് സിനിമാക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ഷോ വെച്ചു. അപ്പൊ ആ ഷോ സിനിമാക്കാരെല്ലാരും കണ്ടു. സ്വാഭാവികമായിട്ട് സിദ്ദിഖ് ലാൽ അവരുടെ ജയരാജന്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പം ഇവരും സിനിമ കണ്ടു. അപ്പം ഇതെങ്ങനെ തിയേറ്ററിലേക്ക് ആളെ കയറ്റാം എന്നുള്ള ഒരു ഡിസ്കഷൻ വന്നപ്പോൾ സിദ്ദിഖ് ലാൽമാര് പറഞ്ഞു കൊടുത്ത ഒരു ക്യാപ്ഷനാണ്. ആ ക്യാപ്ഷൻ ഇതായിരുന്നു, മമ്മൂക്കയുടെയും ലാലേട്ടന്റെയും ജയറാമേട്ടന്റെയും ഒക്കെ പെർമിഷൻ മേടിച്ചിട്ട് അവരുടെ വലിയ മുഖം വെച്ചിട്ട് പോസ്റ്റർ അടിച്ചു. ആ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് ക്യാച്ച് ലൈൻ ഇങ്ങനെയാണ്, ഞാൻ ഈ സിനിമയിലില്ല, പക്ഷെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആശിച്ചു പോയി എന്ന് പറയുന്ന മോഹൻലാലിന്റെയും ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും ജയറാമേട്ടന്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ടുള്ള പോസ്റ്റേഴ്സ് ഇറങ്ങി. അഭിനയിച്ച കുട്ടേട്ടന്റെ വിജയരാഘവന്റെ ഒന്നും പോസ്റ്റർ ആദ്യമില്ല, എല്ലാം മമ്മൂക്കയുടെയും ലാലേട്ടന്റെയും ജയറാമേട്ടന്റെയും ഒക്കെ സുരേഷ് ഗോപിയുടെ ഒക്കെ ഫോട്ടോ വെച്ചിട്ടാണ് പോസ്റ്റേഴ്സ്. ആ ക്യാമ്പയിൻ ഭയങ്കര എഫക്റ്റീവായി. ആളുകളെല്ലാം കയറി. ആ സിനിമ 100 ദിവസം ഓടി, വലിയ വിജയമായി. ഇത്തരം പ്രാക്ടിക്കലായിട്ടുള്ള ഗംഭീര ബ്രില്യൻസ് ഉള്ള ആൾക്കാരായിരുന്നു അവർ. നമ്മൾ പിൽക്കാലത്ത് ബ്രില്യൻസ് ഒക്കെ ഒരുപാട് മിസ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇവര് ഒരു സിനിമയുടെ ജാതകം മാറുകയാണ് ഒരൊറ്റ ക്യാപ്ഷൻ കൊണ്ട്. അതുപോലെ സിദ്ദിഖ് സാറിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ശത്രുക്കളോട് പോലും പുള്ളി മോശമായിട്ട് പെരുമാറില്ല. ഏറ്റവും ഉപദ്രവിക്കുന്ന ആളുകളോട് പോലും അവരുടെ ഭാഷയിൽ മറുപടി പറയില്ല. അല്ലെങ്കിൽ അവർ പറയുന്ന വിമർശനങ്ങളെ പോലും ഒരു തമാശയാക്കി മാറ്റാനുള്ള ഭയങ്കര മിടുക്കുണ്ടായിരുന്നു സിദ്ദിഖ് സാറിന്. അവരുടെ രണ്ടാമത്തെ സിനിമയായ ഇൻ ഹരിഹർ നഗർ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ പ്രധാന സിനിമ ക്രിട്ടിക്ക് കോഴിക്കോടനാണ്. കോഴിക്കോടൻ എന്ന് പറഞ്ഞ ആൾ മാതൃഭൂമിയുടെ പുറകിൽ എഴുതുന്ന ആ ക്രിറ്റിസിസത്തിന് ആളുകൾ വലിയ വില കൽപ്പിച്ചിരുന്നു. അപ്പൊ അത് പക്ഷെ ഇന്നത്തെ ക്രിറ്റിസിസം പോലെ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളോ മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളോ പുച്ഛമോ അങ്ങനെയൊന്നും ഉള്ളതല്ല. മാത്രമല്ല, റിലീസ് ചെയ്തതിന്റെ അന്നല്ല അത് വരെ, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരുന്ന ആഴ്ചയിലെ ആഴ്ചപ്പതിപ്പിന്റെ പുറകിലാണ് ഇത് ഉണ്ടാവുക. പുസ്തകം വായിക്കുന്ന ആൾക്കാർ മാത്രമേ ഇത് കാണുള്ളൂ, മാതൃഭൂമി വായിക്കുന്ന ആൾക്കാർ മാത്രമേ കാണുള്ളൂ. ഈ ഇൻ ഹരിഹർ നഗർ ഇറങ്ങി കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കോഴിക്കോടിന്റെ റിവ്യൂ വന്നു. ആ റിവ്യൂ തുടങ്ങുന്നത് ഇത് എവിടെ നടക്കുന്ന കഥയാണ് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു. അപ്പൊ അടുത്ത 2-ാം വാരത്തിന്റെയോ 3-ാം വാരത്തിന്റെയോ പത്രപരസ്യം വന്നു, ഇൻ ഹരിഹർ നഗറിന്റെ പരസ്യം. അതിൽ ഉള്ള ക്യാച്ച് ലൈൻ, ഇത് എവിടെയും നടന്ന കഥയല്ല, കഴിഞ്ഞ 3 വാരമായി 3 ആഴ്ചകളായി കേരളത്തിലെ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കഥയാണ്. ആ ഒരു വിമർശനത്തിന് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു പരസ്യത്തിന് ഉള്ള പ്രേരണയാക്കിയിട്ട് എടുക്കുക എന്ന് പറയുന്നത് അത്രയും നന്മയുള്ള ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അത്രയും ബ്രില്യൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സിദ്ദിഖ് സാറിന് അവസാനത്തെ കാലത്ത് അവസാനം ചെയ്ത 1-2 സിനിമകൾ, 2-3 സിനിമകൾ വേണ്ടത്ര
വിജയിച്ചില്ല. അദ്ദേഹം അതിൻ്റെ ഒരു സങ്കടത്തിലായിരുന്നു. അപ്പോൾ ഒരു തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള തിരക്കഥ എഴുത്തും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ ഒരു കാർബൺ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നു. ആ കാലത്ത് ആ കാർബൺ ശ്വസിച്ചിട്ട് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ലിവറിന് ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു. അത് നമുക്കാർക്കും അറിയില്ലായിരുന്നു. അത് ത്രൂ ഔട്ട് അദ്ദേഹത്തിന്റെ ജീവിതകാലം അദ്ദേഹം അതിനുള്ള ട്രീറ്റ്മെന്റുകളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അത് കുറച്ച് സിവിയർ ആവുന്നതിന്റെ ലക്ഷണങ്ങൾ കൺട്രോൾഡ് ആണെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ ഞാൻ ഈ അമേരിക്കയിൽ പോയിട്ട് പുള്ളി ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്ക്രിപ്റ്റൊക്കെ അവിടെ പോയിരുന്ന് അടച്ചുപൂട്ടിയിരുന്ന് എഴുതിയിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ ഖത്തറിലുള്ള ദോഹയിലുള്ള സുഹൃത്തുക്കള് അദ്ദേഹവുമായി ചേർന്നിട്ട് ഒരു കമ്പനി ഫോം ചെയ്തിരുന്നു. അത് ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി പോലെയുള്ള ഒരു കമ്പനിയാണ്. പക്ഷെ ആ കമ്പനിയുടെ ലക്ഷ്യം ദോഹയിൽ ഫിലിം വർക്ക്ഷോപ്പുകൾ നടത്തുക, ഫിലിം കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളെയും ആളുകൾക്ക് കാണാൻ ആഗ്രഹമുള്ള ആളുകളെയും അവിടെ കൊണ്ടുവന്ന് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക. അത് ഇതിൽ താല്പര്യമുള്ള ആളുകൾക്ക് ടിക്കറ്റ് എടുത്ത് കാണാനുള്ള അവസരം ഉണ്ടാവുക. പിന്നീട് അത് യൂട്യൂബിലും ഒക്കെ വരാം. ഇതുവരെ അവർ യൂട്യൂബിൽ ഇട്ടിട്ടില്ല. അപ്പൊ ആ കമ്പനിയുടെ ഉദ്ദേശങ്ങൾ അങ്ങനെ പലതരം. പിന്നെ GCCയിൽ സിനിമകൾ, നല്ല സിനിമകൾ വിതരണം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പരിപാടിയോട് കൂടിയിട്ടാണ് അങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ആദ്യത്തെ പരിപാടി വളരെ ഗംഭീരമായിട്ട് നടന്നു. സിദ്ദിഖ് സാറ് സന്തോഷ് ജോർജ് കുളങ്കരയാണ് ദോഹയിൽ കൊടുക്കുന്നത്. സന്തോഷ് ജോർജ് കുളങ്കരയെ സിദ്ദിഖ് സാറ് ഇന്റർവ്യൂ ചെയ്യുന്ന പ്രോഗ്രാം ഭയങ്കര സക്സസ് ആയിരുന്നു. ഒരുപാട് ആളുകൾ അതിന് ആ പ്രോഗ്രാം കേൾക്കാൻ വരികയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അടുത്തത് അവർ പ്ലാൻ ചെയ്തത് സിദ്ദിഖ് സാറ്, സ്ക്രിപ്റ്റ് റൈറ്റർ SN സ്വാമി സാറ്, സന്തോഷ് ശിവൻ സാറ്, സലിം കുമാർ, ഇവർ 4 പേരും ചേർന്നിട്ടുള്ള ഒരു ഫിലിം അപ്രീസിയേഷൻ കോഴ്സായിരുന്നു. അതിന് നിശ്ചയിച്ച സമയത്തിന് തൊട്ട് മുമ്പ് വളരെ ചെറിയ നിസാരമെന്ന് തോന്നിക്കുന്ന രീതിയിൽ തുടങ്ങിയ ഒരു അസുഖത്തിന് ചികിത്സയുമായി ആശുപത്രിയിലെത്തി. പിന്നീട് അത് ഗുരുതരമാവുകയും വേറെ വലിയ ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടി വരികയൊക്കെ ചെയ്തു. അപ്പൊ ആ നിശ്ചയിച്ച ദിവസം ആ പ്രോഗ്രാം നടക്കില്ല എന്ന് തോന്നിയപ്പോൾ ആ പ്രോഗ്രാം നടക്കണം എന്ന് അദ്ദേഹം ആഗ്രഹം അറിയിച്ചതിനെ തുടർന്ന് പകരം ആര് എന്നുള്ള ചോദ്യത്തിന് അവർ കണ്ടെത്തിയ ഉത്തരം എൻ്റെ പേരായിരുന്നു. എന്നോട് അവരെ ചോദിച്ചു വരാൻ പറ്റുമോ, ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ഓക്കെ ചെയ്തു. സിദ്ദിഖ് സാറ് ഞാൻ അത് എന്നെ വെച്ചത് ചെയ്യുന്നതിന് പച്ചക്കൊടി കാണിച്ചു. അങ്ങനെ ദോഹയിലേക്ക് പോകാൻ എല്ലാം റെഡിയായി നിൽക്കുമ്പോഴാണ് തികച്ച അവിചാരിതമായിട്ട് സിദ്ദിഖ് സാറിന്റെ ദേഹവിയോഗം ഉണ്ടാകും. സിദ്ദിഖ് സാറ് ഞാൻ സിനിമയിൽ കണ്ടിട്ടുള്ള ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ഒരാള്, അസാമാന്യ സെൻസ് ഓഫ് ഹ്യൂമറുള്ള, അസാമാന്യ പ്രതിഭയുള്ള, വളരെ മാന്യമായി ആളുകളോട് ഇടപെടുന്ന, വളരെ സൗമ്യമായി ഇടപെടുന്ന, ഓപ്പോസിറ്റ് ഇരിക്കുന്നവർ ആരാണെങ്കിലും അവരോട് ബഹുമാനത്തോടെ മാത്രം പെരുമാറുന്ന, ഓപ്പോസിറ്റ് നിന്ന് വരുന്ന ചില എന്താ പറയണ്ട, ചില ശരിയല്ലാത്ത കാര്യങ്ങൾക്ക് തമാശയുള്ള കൗണ്ടറുകൾ കൊണ്ട് അവരുടെ നിശബ്ദരാക്കുന്ന അസാമാന്യ പ്രതിഭയുള്ള ഒരാളാണ്. മലയാളത്തിന് എത്രയോ സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച ഒരു സംവിധായകൻ. അവസാനത്തെ 1-2 സിനിമകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാം ഹിറ്റുകളായിരുന്നു. അങ്ങനെ അത്രയും ഹിറ്റുകൾ മാത്രം ചെയ്യുന്ന ഒരാള് ഇനി ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും വലിയ വിജയങ്ങൾ, തിയേറ്ററുകൾ പൂരപ്പറമ്പുകളാക്കിയ സിനിമകളുടെ സംവിധായകനും ഒരു മനുഷ്യനെന്നുള്ള നിലയിലും നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സിദ്ദിഖ് സാറിൻ്റെ. സിദ്ദിഖ് സാറ് എൻ്റെ ഓർമ്മകളിലൊന്നും ഉണ്ടാവും.